ഗസ സിറ്റിയിൽ എവിടെയോ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഈ ഹോസ്റ്റേജസിനെ എന്നുള്ളതാണ്. പക്ഷെ ഇന്നിപ്പോൾ ഈ ഹോസ്റ്റേജസ് എല്ലാം പുറത്തു വന്നത് എവിടുന്നാണ്? ഖാൻ യൂണിസിൽ വെച്ചാണ്. ഖാൻ യൂണിസിൽ അത് നമുക്കത് മനസ്സിലാവുന്നില്ല, ഇത് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. ഖാൻ യൂണിസ് നേരത്തെ ഖാൻ യൂണിസാണ് ഹമാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മിലിറ്ററി സെൻറ്റർ എന്ന് ഒരു ഘട്ടത്തിൽ ഇസ്രായേൽ പറഞ്ഞു. ഖാൻ യൂണിസ് തകർത്ത് തരിപ്പണമാക്കിയതാണ്. അവിടെ പ്രത്യേകിച്ചൊന്നും ബാക്കിയില്ല. ആ നാസർ ഹോസ്പിറ്റലും സമീപത്തുള്ള കുറച്ച് കെട്ടിടങ്ങളും മാത്രമാണ് ബാക്കിയുള്ളത്. പക്ഷേ ആ ഖാൻ യൂണിസിൽ വെച്ചാണ് ഈ ബന്ദികളെല്ലാം റെഡ് ക്രോസിന് കൈമാറിയിരിക്കുന്നത്. അപ്പോൾ അവരെവിടെയാണ് ഉണ്ടായിരുന്നത്? ഗസ സിറ്റിയിലാണോ ഖാൻ യൂണിസിലാണോ? അതിലേക്കാൾ വലിയ തമാശ ഈ സമാധാന കരാറിൻ്റെ ഭാഗമായി ഇസ്രായേലിൽ എഴുതി ചേർത്ത വിചിത്രമായൊരു നിർദ്ദേശമായിരുന്നു പബ്ലിക് സെറിമണി പാടില്ല എന്നുള്ളത്. ഈ ബന്ദികളെ കൈമാറുമ്പോൾ പബ്ലിക് സെറിമണി പാടില്ല. അപ്പോൾ ഇന്നെന്താ സംഭവിച്ചത്? ഈ ബന്ദികൾ റെഡ് ക്രോസിന് അവരെ കൈമാറുന്നതിന് മുമ്പ് അവരവരെ ബന്ധുക്കളെ വീഡിയോ കോൾ ചെയ്യുന്നു. അപ്പോൾ ഈ ബന്ധുക്കൾ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത് വ്യാപകമായി പ്രചരിച്ചു. ഇപ്പോൾ ഇസ്രായേൽ ടൈംസ് ഓഫ് ഇസ്രായേൽ കൊടുത്തൊരു വാർത്തയുണ്ട്. ആ വീഡിയോ കോൾ ഹമാസിൻ്റെ ഒരു സ്റ്റേജ് മാനേജ്ഡ് ഷോ ആയിരുന്നു. അവരുടെ പ്രൊപ്പഗൻഡ എക്സസൈസിൻ്റെ ഭാഗമായിരുന്നു. കാരണം ഇസ്രായേൽ ഈ പബ്ലിക് സെറിമണി പാടില്ല എന്ന് നിഷ്കർഷിച്ചത് എന്താണ്? ഇവരുടെ ഫോട്ടോസ്, ഇവരുടെ വീഡിയോസ് പുറത്തു വരരുത്. കാരണം എല്ലാ ഹോസ്റ്റേജ് സ്വാപ്പുകളിലും നടന്നത് ജനങ്ങൾ കണ്ടു എന്നാണ്. ഇവർ വളരെ സുസ്മേരവതനരായി, ആരോഗ്യവാന്മാരായി, സന്തോഷവാന്മാരായി പുറത്തിറങ്ങും. അങ്ങനെ ഒരു ഇമേജ് പുറത്തേക്ക് വരരുത്, ഒരു വിഷ്വൽ പുറത്തേക്ക് വരരുത് എന്നുള്ളതായിരുന്നു ഇസ്രായേലിൻ്റെ ആഗ്രഹം. പക്ഷേ അത് ഇവിടെ നടന്നില്ല. ഈ വീഡിയോ കോൾ ചെയ്യുന്നതോട് അവർ വളരെ സന്തോഷത്തോടുകൂടി സംസാരിക്കുന്നു. കൂട്ടത്തിൽ ഈ മുഖം മറച്ച മാസ്ക് ചെയ്ത ഖസാം പോരാളികൾ അവരുടെ കൂടെയുണ്ട്. അപ്പോൾ അതും ആ വീഡിയോ കോൾ ഇവരൊരു പ്രൊപ്പഗൻഡ എക്സസൈസായി എടുത്തു. അവർ സ്റ്റേജ് മാനേജ് ചെയ്തെന്ന് പറഞ്ഞ് ഈ ടൈംസ് ഓഫ് ഇസ്രായേൽ ഒരു വാർത്ത കൊടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇവർ ഈ ഇത്രയും വലിയ സഫറിങ്സിനിടയിൽ ഈ ഡെവസ്റ്റേറ്റിംഗ് തകർന്ന് തരിപ്പണമാക്കുന്ന, സർവ്വവും നശിപ്പിക്കുന്ന യുദ്ധത്തിനിടയിൽ ഇവരെ ഇങ്ങനെ സംരക്ഷിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അവർ സന്തോഷവാന്മാരായി പുറത്തിറങ്ങിയ പഴയ ഫൂട്ടേജസ്, നേരത്തെയുള്ള ഈ ഫൂട്ടേജസ് വന്നപ്പോൾ നമ്മുടെ കേരളത്തിൽ പോലും ഈ പറയുന്ന ഇസ്രായേലി പക്ഷപാതികളായിട്ടുള്ള നവ എയ്ത്തിസ്റ്റുകളൊക്കെ പ്രചരിപ്പിച്ചൊരു കാര്യം, അത് സ്റ്റോക്ക്ഹോം സിൻഡ്രത്തിൻ്റെ ഭാഗമാണെന്നായിരുന്നു. സ്റ്റോക്ക്ഹോം സിൻഡ്രം എന്ന് പറയുമ്പോൾ നമുക്ക് എളുപ്പം മനസ്സിലായി, ഒരു ക്യാപ്റ്റീവിന് ക്യാപ്റ്ററോട് ഉണ്ടാകുന്ന അനുഭവം, അതങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇനി നേരെ തിരിച്ചെടുക്കുക. അപ്പുറത്ത് ഇസ്രായേലി ജയിലിൽ കഴിയുന്ന ആയിരക്കണക്കിന് ഫലസ്തീനികളുണ്ട്. അവർക്ക് എന്താണ് ഈ സ്റ്റോക്ക്ഹോം സിൻഡ്രം ബാധിക്കാത്തതൊരു പ്രശ്നമുണ്ടല്ലോ. അവർ ഈ തടവുകാർ 2 വർഷം ഹമാസിൻ്റെ കയ്യിലുള്ളൂ. ഇവർ വർഷങ്ങളായി 33 വർഷമായിട്ടൊക്കെ ഇസ്രായേലി ജയിലിലുള്ള ആളുകളുണ്ട്. 33 വർഷം ഇസ്രായേലി ജയിലിൽ ഈ ഇസ്രായേലി ക്യാപ്റ്റേഴ്സിൻ്റെ അല്ലെ ജയിലേഴ്സിൻ്റെ കൂടെ ഇസ്രായേലി ഉദ്യോഗസ്ഥന്മാരുടെ കെയറിൽ അവർ കഴിഞ്ഞിട്ട് ഒരു തരത്തിലുള്ള സ്റ്റോക്ക്ഹോം സിൻഡ്രോം അവർക്ക് എന്താ ഉണ്ടാവാത്തത്? അങ്ങനെ ഉണ്ടാവണമല്ലോ. സ്റ്റോക്ക്ഹോം സിൻഡ്രോം ബാധിക്കാത്ത എന്തോ ഒരു ഇമ്മ്യൂണിറ്റി ഉള്ളവരാണോ ഫലസ്തീനികൾ? കാരണം അവരെല്ലാം പുറത്തിറങ്ങുന്നത് എങ്ങനെയാണ്? മെലിഞ്ഞുണങ്ങിയ ശരീരമായിട്ട് പരവശരായി ഇസ്രായേലിനോടുള്ള വലിയ കടുത്ത അമർഷം പ്രകടിപ്പിച്ചുകൊണ്ടാണ് അവരെല്ലാം പുറത്തിറങ്ങുന്നത്. ഒരു നിരക്കുള്ള ഒരു ഇസ്രായേലിനോട് ഈ സ്റ്റോക്ക്ഹോം സിൻഡ്രത്തിൻ്റെ എന്തെങ്കിലും ഒരു ലാഞ്ചന ഈ പറയുന്ന ഇസ്രായേലിനകത്തുള്ള ഫലസ്തീനി തടവുകൾ ആരും കാണിക്കുന്നില്ല. അപ്പോൾ ഇത് സ്റ്റോക്ക്ഹോം സിൻഡ്രോം അല്ല. എങ്ങനെയാണ് ഈ എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങൾക്കിടയിലും ബന്ദികളെ ഹമാസ് സംരക്ഷിച്ച് നിർത്തിയെന്ന് ജനങ്ങൾ കാണുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പബ്ലിക് സെറിമണി ഒഴിവാക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് എൻ്റെ ഒരു എപ്പിസോഡ് എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി, ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ്. പക്ഷേ ഇതിലുള്ള ബിഗ് ക്വസ്റ്റ്യൻ അഹെഡ് എന്ന് പറയുന്നത് യുദ്ധം ഇനി ഇപ്പം ഹമാസിൻ്റെ കീഴിലെ ഏറ്റവും അവസാനത്തെ ലിവറേജ് അല്ലെങ്കിൽ ബാർഗൈനിങ് ചിപ്പ് എന്ന് പറയുന്നത് അത് അപ്പുറത്തെത്തിക്കഴിഞ്ഞു. ഇനി ഇസ്രായേൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ചോദ്യം ഇന്നിപ്പം ട്രംപ് ടെലവീവിലേക്ക് പറക്കുമ്പോൾ വിമാനത്തിൽ വെച്ച് അദ്ദേഹം പത്രക്കാരോട് സംസാരിക്കുന്നുണ്ട്. അതിൽ പല പത്രക്കാർ ഇതേക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. 3 തവണ ട്രംപ് ഉപയോഗിച്ചൊരു വാക്കുണ്ട്, ദ വാർ ഇസ് ഓവർ. വാർ ഇസ് ഓവർ എന്ന് പറയാനുണ്ട്. അതിൽ ഗ്യാരണ്ടി എന്താണ്? ഇസ്രായേൽ ഇത് തുടരുകയില്ല എന്നുള്ളതിൻ്റെ ഗ്യാരണ്ടി എന്താണെന്നൊരു ലേഖിക ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഐ ഹാവ് മെയ്ഡ് വെർബൽ ഗ്യാരണ്ടീസ്, ഐ ഹാവ് മെയ്ഡ് മെനി വെർബൽ ഗ്യാരണ്ടീസ്, ഐ ഹാവ് മെയ്ഡ് വെർബൽ ഗ്യാരണ്ടീസ് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ വെർബൽ ഗ്യാരണ്ടി, ട്രംപ് കൊടുത്ത വെർബൽ ഗ്യാരണ്ടി അത് ഞാൻ കൊടുത്തിരിക്കുന്നു അദ്ദേഹം പറയുന്നു. വാർ ഇസ് ഓവർ എന്ന് അദ്ദേഹം പറയുന്നു. ഗസ റീകൺസ്ട്രക്ഷനെ കുറിച്ച് പറയുന്നു. ഏറ്റവും വലിയ തമാശ, നേരത്തെ പുള്ളിയുടെ പ്രപ്പോസലിൽ ടോണി ബ്ലെയർ ആയിരുന്നു കാര്യങ്ങളൊക്കെ നോക്കി നടത്തുക എന്ന് പറഞ്ഞു. അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ ടോണി ബ്ലെയർ പുള്ളിയുടെ കാര്യത്തിൽ ഒരു കൺസെൻസസ് ഇല്ല, ആളുകൾക്ക് എല്ലാവർക്കും ഒരു അഭിപ്രായം ഇല്ല എന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു അമേരിക്കൻ റൈറ്റ് വിങ് ജേർണലിസ്റ്റ് ആകാൻ സാധ്യത. അവർ ചോദിക്കുന്നു, എന്താണ് നിങ്ങൾ ഹമാസിനെ ഡിസാം ചെയ്യുമെന്ന് പറഞ്ഞ ശേഷം ഇപ്പം തന്നെ ഹമാസിൻ്റെ ആളുകൾ അവിടുത്തെ സ്ട്രീറ്റുകളൊക്കെ തോക്കുമായിട്ട് റോന്തി കിട്ടുകയാണല്ലോ എന്ന് ചെയ്യുമ്പോൾ
അതിന് ട്രംപ് കൊടുക്കുന്ന മറുപടി ഒരു വാർ ടോൺ ഏരിയ അല്ലേ, അപ്പോൾ അവിടെ സേഫ്റ്റി ഇഷ്യൂസ്, സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടാവില്ല, അപ്പോൾ അത്തരം സർവീസുകൾ അവിടെ ആവശ്യമായി വരുമല്ലോ എന്നാണ് പുള്ളി ഇതിന് മറുപടി നൽകുന്നത്. അപ്പോൾ ഇതെന്താണ് നമുക്ക് മനസ്സിലാവുന്നില്ല, എന്താണ് അണ്ണൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് യഥാർത്ഥത്തിൽ ബിഹൈൻഡ് ദ കേർട്ടൻ എന്താണ് സംഭവിച്ചത് മനസ്സിലാവുന്നില്ല. പിന്നെ ഖത്തർ അമീറിനെ അതിഭയങ്കരമായിട്ട് പ്രശംസ കൊണ്ട് മൂടുകയാണ്. എക്സ്ട്രാ ഓർഡിനറി അമേസിങ് അമീർ എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. ഭയങ്കര ബ്രേവ് അമീർ, ബ്രേവ് അമീർ 2 തവണ പറയുന്നു, ബ്രേവ് അമീർ എന്ന്. എർദോഗനെ പ്രൈസ് ചെയ്യുന്നു. അപ്പോൾ ഇതിന് പിറകിൽ പ്രവർത്തിച്ച ടർക്കി, ഖത്തർ ഇവയെ പേരെടുത്ത് സവിശേഷമായി അദ്ദേഹം ആവർത്തിച്ച് പ്രശംസിക്കുന്നു. ആ നിലക്കുള്ള എന്തെങ്കിലും വലിയ പ്രശംസാവാചകം നെതന്യാഹുവിന് കൊടുക്കുന്നില്ല. ഓഫ് കോഴ്സ് ഇന്ന് പാർലമെൻറ്റിൽ കനസറ്റിൽ നടന്ന പ്രസംഗത്തിൽ നെതന്യാഹുവിനെ പുകഴ്ത്തുന്നുണ്ട്, പക്ഷേ വിമാനത്തിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ അത് പറയുന്നില്ല. ഇത് എന്താണ് നമുക്ക് മനസ്സിലാകാത്ത എന്തൊക്കെയോ ചില ഘടകങ്ങൾ. അത് ഏറ്റവും പ്രധാനം എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ഗ്ലോബൽ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയുണ്ട്. ഇപ്പോൾ ഇന്നലെ ലണ്ടനിൽ നടന്ന റാലി, ഇന്നലെ എന്ന് പറയുമ്പം ഈ ഈ സമാധാന കരാർ വന്നതിന് ശേഷമാണ് ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ലണ്ടനിൽ പങ്കെടുത്തത്. അവരെന്താണ് അവർ പറയുന്നത്? അവരെന്ന് വെച്ചാൽ ഹോസ്റ്റേജ് ഡീൽ അല്ലെങ്കിൽ സീസ് ഫയർ എന്ന് പറയുന്ന ലിബറേഷൻ അല്ല, സീസ് ഫയറിനപ്പുറം ലിബറേഷൻ ഓഫ് പലസ്തീൻ, ഫ്രീഡം ഓഫ് പലസ്തീൻ, അതിലേക്ക് കാര്യങ്ങൾ പോകണം, അപ്പോഴേ കാര്യങ്ങൾ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ ലണ്ടനിൽ പ്രകടനം നടക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഡീലിലൂടെ, പ്രിസണേഴ്സ് സ്വാപ്പിലൂടെ അല്ലെങ്കിൽ സീസ് ഫയറിലൂടെ ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് നമ്മൾ വിചാരിക്കേണ്ട. നെതന്യാഹുവിനെതിരായുള്ള ക്രിമിനൽ പ്രൊസീഡിങ്സ് അവിടെയുണ്ട്. ക്രിമിനൽ പ്രൊസീഡിങ്സ് ഉണ്ട്, ഇസ്രായേലിനകത്തുള്ള ക്രിമിനൽ പ്രൊസീഡിങ്സ് ഉണ്ട്, ICCയുടെ ക്രിമിനൽ പ്രൊസീഡിങ്സ് ഉണ്ട്. ലോകത്ത് ഒരു നിലക്കും ഇസ്രായേലിനെ സംബന്ധിച്ച് അടുത്ത കാലത്തൊന്നും മറികടക്കാൻ പറ്റാത്തൊരു പബ്ലിക് ഒപ്പീനിയൻ ഡാമേജ് അത് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ലോകത്തുള്ള പ്രതിഷേധം, പലസ്തീനിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ആവേശം, അത് ലോകത്ത് ഇന്നത്തെ ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സ്ലോഗൻ എന്താണെന്ന് വെച്ചാൽ ഫ്രീ പലസ്റ്റൈൻ എന്നുള്ളതാണ്. അതൊരു ഹോസ്റ്റേജ്, ഒരു സീസ് ഫയർ അതിലൂടെ ഒന്നും തീരാൻ പോകുന്നതല്ല. അതുകൊണ്ട് ഇതിനെല്ലാം മറികടന്നുകൊണ്ട്, ഇതിനെല്ലാം അവഗണിച്ചുകൊണ്ട് ഇസ്രായേൽ യുദ്ധം പുനരാരംഭിക്കാൻ വിചാരിക്കുക. ഇപ്പോൾ ഇസ്രായേലിനുണ്ടായതിനേക്കാൾ വലിയ ഡാമേജ് ആയിരിക്കും ഇസ്രായേൽ അഭിമുഖീകരിക്കാൻ പോകുന്നത്.